ഞാനിന്നിവിടെ ഒരു നിസ്സാര ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മണങ്ങെന്ന് പറയും ഈ മീനിൻ്റെ പേര്. അത് വെറുതെ മുളക് ചാറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഇഞ്ചി, ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വഴറ്റുന്നൊന്നുമില്ല കേട്ടോ. അതിലേക്ക് പുളിയിട്ടു, മീൻ്റെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് മീനൊന്നും നല്ലത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ മീനും അതിലേക്ക് എടുത്തിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതാണ് അതിനകത്ത് ചേർക്കുന്നത്. ഉപ്പും അതും കൂടി ഇട്ടിട്ട് നല്ലോണം കൂട്ടിപ്പരട്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളിത് അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കും. നല്ലോണം ഒരുപാട് ചാറ് വേണ്ട അതിന്. നമ്മുടെ മുള്ളനൊക്കെ പൊള്ളിക്കണത് പോലെ അത്രയില്ല, അതിൽ കുറച്ചും കൂടി ചാറ് ഗ്രേവി ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കും. അത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ്ഡ് ആണ് കേട്ടോ. കാരണം ഇച്ചിരി എരിവ് വേണം, എന്നാലേ അതിന് സ്വാദുണ്ടാവുള്ളൂ. നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് കൂട്ടി തിരുമ്മി അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ അത് ഒന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, തീയും കത്തിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് കുറുകി വരട്ടെ. ആ നേരത്ത് നമുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് മീൻ. അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കാം. ഞാൻ വറുത്ത മീൻ കഴിക്കില്ല, എനിക്ക് കുത്തി വരും അതുകൊണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയി, കാരണം മീൻ കുറച്ചേ വെക്കുന്നുള്ളൂ, ഇത്രയും മീനേ വറുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കറി ഇതൊക്കെയാണ്. ഈ മീൻ വറ്റിച്ചത്, മീൻ നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി പച്ച കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും മീൻ വറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ വിഭവം. ഇതാ മീൻ വറുത്തതുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ട്, മീൻ വെച്ചതുമുണ്ട്. ഇതാണ് ഇന്നത്തെ വിഭവം.